ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു 2020 LDCനെ ഫോക്കസ് ചെയ്ത് മാതൃഭൂമി തൊഴിൽ വാർത്തയിൽ പ്രസിദ്ധീകരിച്ച കണക്കിലെ 10 ചോദ്യങ്ങൾ. അപ്പോൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും എങ്ങനെ അനായാസം ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ആദ്യ ചോദ്യം, ഒരു സംഖ്യയുടെ 1/6 ഭാഗം 40 ആയാൽ ആ സംഖ്യയുടെ 2 ഭാഗം എത്ര? സിമ്പിളാണ്, വേറെ ഒന്നും ചെയ്യേണ്ട. ഒരു സംഖ്യയുടെ 1/6 ഭാഗം 40, അത് അതുപോലെ എഴുതുക. 1/6 40 എങ്കിൽ ആ സംഖ്യയുടെ 2 ഭാഗം എക്സ്. ആൻസർ കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊന്ന് എഴുതാൻ പഠിച്ചാൽ മതി. അപ്പോൾ 1/6 ഭാഗം 40, 2 ഭാഗം എക്സ്. നമുക്കിനി എക്സിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. എക്സിൻ്റെ വാല്യൂ എങ്ങനെ കാണും? ഇതിനൊന്ന് ഇവ രണ്ട് തമ്മിൽ ക്രോസ് ചെയ്ത് ഗുണിക്കുക, ഇതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ചെയ്യാം. 40 × 2/5. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ 1/6 ഡിവൈഡാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു ഭിന്നത്തിലേക്ക് മാറും. അതിനെ ഒഴിവാക്കാൻ ഈ 1/6നെ തല തിരിച്ചെഴുതുക, അതായത് 6/1 അങ്ങനെ എഴുതിയിട്ട് അതിനെ ഇതിനോട് ഗുണിക്കുക. അപ്പോൾ 6/1 6 ആണ്. അപ്പോൾ ഇത്രയൊന്ന് ചെയ്താൽ ഈ ഒരു കോംപ്ലിക്കേറ്റ് ആകുന്നത് ഒഴിവാക്കാം. അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ, ഒരു ഭിന്നസംഖ്യയെ ഡിവൈഡ് ചെയ്യാൻ തന്നാൽ അതിനെ റിവേഴ്സിൽ എഴുതി ഗുണിക്കുന്നതിന് തുല്യമാണ് എന്ന് ഓർക്കുക. ഇനി അനായാസം ക്രിയേറ്റ് ചെയ്യാം. 8×5 40 2×8 16, 16 × 6 നമുക്ക് 96 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം, AB എന്നീ സംഖ്യകളുടെ ലസാഗു AB ആയാൽ ഉസ്സാഹ എത്ര? അപ്പോൾ AB എന്നീ 2 സംഖ്യകൾ, അവയുടെ ലസാഗു AB അവയുടെ ഗുണനഫലത്തിന് തുല്യമാണ്. അതായത് ഈ സംഖ്യകൾ അടുത്തടുത്ത സംഖ്യകൾ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2, 3 ഇവയുടെ ലസാഗു ചോദിച്ചാൽ അവയുടെ ഗുണനഫലത്തിന് തുല്യമാണ്. അപ്പോൾ ഈ അടുത്തടുത്ത സംഖ്യകൾ വന്നാൽ അവയുടെ ഉസ്സാഹ എപ്പോഴും 1 തന്നെയായിരിക്കും. അപ്പോൾ ഉസ്സാഹ എന്ന് പറയുന്നത് ഈ 2 സംഖ്യകളെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യയാണ്. അതിലുള്ള ഒരു സംഖ്യയാണ് ഈ ഉസ്സാഹ എന്ന് പറയുന്നത്. സംഖ്യകൾ അടുത്തടുത്ത് ആണെങ്കിൽ അവയുടെ ലസാഗു എന്ന് പറയുന്നത് അവയുടെ ഗുണനഫലത്തിന് തുല്യവും ഉസ്സാഹ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അടുത്ത ചോദ്യം, ഒരാൾ 35% നികുതിയടക്കം ഒരു സാധനം വാങ്ങി, സാധനം 326 രൂപയ്ക്ക് വാങ്ങി എങ്കിൽ അയാൾ കൊടുത്ത നികുതി എത്ര രൂപയാണ്? അപ്പോൾ ചോദ്യം പറയുന്നത് 35% നികുതി അടക്കം ഒരു സാധനം 326 രൂപയ്ക്ക് വാങ്ങി. അതായത് 35% നികുതി അതുകൂടെ ചേരുമ്പോൾ അത് 135% ആണ് ഈ 326 രൂപ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നികുതി ഇനത്തിൽ കൊടുത്ത രൂപ എത്രയാണ്? അതെങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം 135%ആണ് 326. അങ്ങനെയെങ്കിൽ 100% ആയിരിക്കുമല്ലോ അതിൻ്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത് ആ സാധനത്തിൻ്റെ. അപ്പോൾ അത് കണ്ടുപിടിക്കുക. 100 = x. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ x കാണാൻ എന്ത് ചെയ്യും? 100 × 326 / 135. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അപ്പോൾ ആ കിട്ടുന്ന വാല്യൂ ആണ് സാധനത്തിൻ്റെ യഥാർത്ഥ വില. ഓക്കെ, സാധനത്തിൻ്റെ യഥാർത്ഥ വില. ആ കിട്ടുന്ന വിലയിൽ നിന്ന് ഈ എക്സിൽ നിന്ന് ഈ എക്സ് നമ്മൾ 326 മൊത്തം ചിലവാക്കി. അപ്പോൾ 326 - x ചെയ്യുമ്പോൾ നമുക്ക് യഥാർത്ഥ വില കിട്ടും. യഥാർത്ഥ വില ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, 84.52. അപ്പോൾ ഇത് പോയിൻ്റ് വരുന്നത് കൊണ്ടാണ് ചെയ്യാത്തത്. ഇത് വേറെ ഒന്നുമില്ല. 100 × 326 / 135 അത് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. ഈ എക്സ് എന്തുവാണ്? സാധനത്തിൻ്റെ യഥാർത്ഥ വില. നമ്മൾ മൊത്തം ചിലവാക്കിയത് 326 രൂപയാണ്. അപ്പോൾ വില കാണാൻ നമ്മൾ ചിലവാക്കിയത്
മൈനസ് യഥാർത്ഥ വില 326 മൈനസ് എക്സ് അത് ചെയ്യുമ്പോൾ 84.52 എന്ന് കിട്ടും. അടുത്ത ചോദ്യം, ഒരു വൃത്തത്തിൻ്റെ ആരം 100% വർദ്ധിച്ചാൽ വിസ്തീർണം എത്ര ഇരട്ടി വർദ്ധിക്കും? വൃത്തത്തിൻ്റെ വിസ്തീർണം എന്താണ്? πr² ആണ്. ഇവിടെ നോക്കാം, ആരം 100% വർദ്ധിച്ചു. അങ്ങനെയെങ്കിൽ r എന്ന് പറയുന്നത് എന്തായി? 2r ആയി. 100% വർദ്ധിക്കുക എന്ന് പറയുന്നത് ഇരട്ടിയാകുക എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കിനി വാല്യൂ കൊടുക്കാം. π × r 2r² ആണ്. 2² r². 2 2 4 4r². π 4πr² എന്ന് വരും. അങ്ങനെയെങ്കിൽ എത്ര ഇരട്ടി വർദ്ധിക്കും? 4 ഇരട്ടി വർദ്ധിക്കും. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, എക്സ്, ഒ, ഇസഡ് എന്നിവർക്ക് ഒരുമിച്ച് ജോലി ചെയ്യാൻ 6 ദിവസം വേണം. എക്സ് അല്ലെങ്കിൽ ഒയ്ക്ക് അതേ ജോലി ചെയ്യാൻ 16 ദിവസം വേണം. അങ്ങനെയാൽ ഇസഡ് ഒറ്റയ്ക്ക് അതേ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം? അപ്പം നമുക്കിത് എളുപ്പത്തിൽ എന്ത് തന്നെ ആയാലും നമുക്ക് LCM വച്ച് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ വർക്ക് ആൻഡ് ടൈമിൽ എല്ലാ ചോദ്യവും നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് നോക്കാം, എക്സ്, ഒയ്, ഇസഡ് അവർക്ക് ജോലി ചെയ്യാൻ 6 ദിവസം വേണം. എക്സ്, ഒയ്ക്ക്, ഇസഡിന് 6 ദിവസം. എക്സ് ഒറ്റയ്ക്ക് ചെയ്യാൻ 16 ദിവസം വേണം. ഒയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ 16 ദിവസം വേണം. അപ്പോൾ ഇത്രയും നമ്മൾ എഴുതി. ഇനി നമ്മൾ എഫിഷ്യൻസി വെച്ചാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ആദ്യം ഈ തന്നിട്ടുള്ള ഇവിടെ LCM കാണുക. 16 16 6. ഇവിടെ LCM 48 വരുന്നത്. 48. ഇനി ചെയ്യേണ്ടത് 48-ൽ 6 എത്ര പ്രാവശ്യമുണ്ട്? 8. 6 8 48. 16-ൽ 3 പ്രാവശ്യം. 16-ൽ 3 പ്രാവശ്യം. ഇനി ഇതിനങ്ങ് മറക്കുക തൽക്കാലം. ഇനി ചെയ്യേണ്ടത് നമ്മൾ മൊത്തം ഇത് വച്ചിട്ടാണ്. ഇവിടെ ആലോചിക്കേണ്ടത് മൊത്തം 48 വർക്കുണ്ട്. അതിൽ എക്സും ഒയ്യും ഇസറ്റും ചേർത്താണ് ആദ്യം എഴുതിയത്. അപ്പോൾ എക്സും ഒയ്യും ഇസറ്റും ചേർന്ന് ഒരു ദിവസം മൊത്തം 8 കല്ലുകൾ എടുക്കും. 8 വർക്ക് ചെയ്യും. ഓക്കെ, എക്സും ഒയ്യും ഇസറ്റും ചേർന്ന് മൊത്തം ഒരു ദിവസം 8 വർക്ക് ചെയ്യും. അങ്ങനെയെങ്കിൽ 6 ദിവസം കൊണ്ട് 48 കംപ്ലീറ്റ് ആകത്തുള്ളൂ. അതേപോലെ എക്സ് ഒരു ദിവസം 3 വർക്ക് ചെയ്യും. അങ്ങനെയെങ്കിൽ 16 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആവും. ഒയ്യും ഒരു ദിവസം 3 വർക്ക് ചെയ്യും. അങ്ങനെയെങ്കിൽ 16 ദിവസം കൊണ്ട് മൊത്തം വർക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇവിടെ നോക്കുക, എക്സും ഒയ്യും ഇസറ്റും കൂടെ 8. എക്സ് ഒരു ദിവസം 3 വർക്ക്, ഒയ് ഒരു ദിവസം 3 വർക്ക്. അങ്ങനെയെങ്കിൽ ബാക്കി ഉള്ളത് ഇസറ്റല്ലേ ചെയ്യുന്നത്. ഇസറ്റ് ഒരു ദിവസം അപ്പോൾ 3 + 3 6. 8 - 6 2. അപ്പോൾ ഇസറ്റ് ഒരു ദിവസം 2 വർക്കാണ് ചെയ്യുന്നത്. മൊത്തം വർക്ക് 48 ദിവസമുണ്ട്. അങ്ങനെയെങ്കിൽ ഇസറ്റ് ഒരു ദിവസം 2 വർക്ക്. 48 വർക്ക് ചെയ്യാൻ 48 ÷ 2 24 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, 300 മീറ്റർ നീളമുള്ള ട്രെയിൻ ഒരു ഇലക്ട്രിക് പോസ്റ്റിനെ കടക്കാൻ 15 സെക്കൻഡ് എടുത്താൽ 600 മീറ്റർ നീളമുള്ള ടണൽ മറികടക്കാൻ ട്രെയിൻ എടുക്കുന്ന എത്ര സെക്കൻഡ് എടുക്കും? അപ്പോൾ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് സ്പീഡ് = ഡിസ്റ്റൻസ് / ടൈം ആണ്. അപ്പോൾ ആദ്യം നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാം. 300 മീറ്റർ നീളമുള്ള ഡിസ്റ്റൻസ് 300 ആണ്. 15 സെക്കൻഡ് 15 എത്ര കിട്ടും? 20. അപ്പോൾ 20 മീറ്റർ/സെക്കൻഡ് ആണ് ട്രെയിനിൻ്റെ വേഗത. ഈ ട്രെയിൻ 600 മീറ്റർ നീളമുള്ള ടണൽ മറികടക്കാൻ എത്ര സെക്കൻഡ് വേണം? അപ്പോൾ ടൈമാണ് ചോദിച്ചിട്ടുള്ളത്. ടൈം കാണാൻ D/S. ഇപ്പോൾ D എന്താവും? ട്രെയിനിൻ്റെ നീളവും ടണലിൻ്റെ നീളവും. അപ്പോൾ 900 സ്പീഡ് എത്രയാണ്? 20. എത്രയാണ്? 45 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, A/B = 1:2 ആയാൽ 3 × A - B എത്ര? വേറെ ഒന്നുമില്ല. A/B നമുക്ക് A/B എന്ന് എഴുതാം = 1/2. ഇതിൽ നിന്നും A എങ്ങനെ എഴുതാം? A = B/2 അല്ലേ?
ഇങ്ങോട്ട് ഗുണിച്ചു. എ ഈസ് ഈക്വൽ ടു ബി ബൈ 2. ഇനി ഈ വാല്യൂ നമ്മൾ ഈ ഇക്വേഷന് കൊടുക്കുകയാണ്. 3 ഇൻറ്റു എക്ക് ബി ബൈ 2 ആണ്. ബി ബൈ 2 മൈനസ് ബി, അതായത് ബി ബൈ 2 എന്ന് പറയുന്നത് അര ബി മൈനസ് 1 ബി. അര ബി മൈനസ് 1 ബി എന്തുവാണ്? മൈനസ് അര ബി ആണ്. അപ്പോൾ 3 ഇൻറ്റു മൈനസ് ബി ബൈ 2 എന്നും 3 ഇൻറ്റു മൈനസ് ബി ബൈ 2 എന്നാകും. അതായത് മൈനസ് 3 ബി ബൈ 2 ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തും ഒരു നല്ല ചോദ്യം. എക്സ് ഈക്വൽ ടു വൈ റൈസ് ടു എ, വൈ ഈക്വൽ ടു ഇസഡ് റൈസ് ടു ബി, ഇസഡ് ഈക്വൽ ടു എക്സ് റൈസ് ടു സി എങ്കിൽ എ ബി സി എത്ര? നമുക്ക് നേരത്തെ ചെയ്ത പോലെ ആ വാല്യൂ ഇട്ട് തന്നെ കൊടുക്കാം. എക്സ് ഈക്വൽ ടു വൈ റൈസ് ടു എ, ഈ വൈക്ക്, ഈ കാണുന്ന വൈക്ക് ഈ വാല്യൂ നമ്മൾ കൊടുക്കുകയാണ്, ഇസഡ് റൈസ് ടു ബി. അപ്പോൾ ഇതെങ്ങനെ മാറും? എക്സ് ഈക്വൽ ടു വൈക്ക് ഇസഡ് റൈസ് ടു ബി എന്ന് കൊടുത്തു. ഇസഡ് റൈസ് ടു ബി, റൈസ് ടു എ ഉണ്ടല്ലോ, അത് റൈസ് ടു എ ആകുമ്പോൾ ഇതിനോട് ചേർന്നാവും, ബി എ ആവും. ഇനി നമ്മൾ ഇവിടെ ഈ വാല്യൂ കൊടുക്കുവാണ്, എക്സിന് ഈ വാല്യൂ കൊടുക്കുവാണ്. അപ്പോൾ ഇസഡ് ഈക്വൽ ടു എക്സിന് ഈ വാല്യൂ കൊടുത്തു, ഇസഡ് റൈസ് ടു എ ബി സി മൊത്തം ഗുണിച്ച് എഴുതി. അപ്പോൾ ഇസഡ് റൈസ് ടു 1 ഈക്വൽ ടു ഇസഡ് റൈസ് ടു എ ബി സി. അങ്ങനെയെങ്കിൽ എ ബി സി എത്ര ആയിരിക്കും? 1 തുല്യമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, 1. അടുത്ത ചോദ്യം. എ പ്ലസ് 1/a ഈക്വൽ ടു 2 ആയാൽ എ സ്ക്വയർ പ്ലസ് 1/a സ്ക്വയറിൻ്റെ വില എന്ത്? അപ്പോൾ ഇങ്ങനൊരു ചോദ്യം പി എസ് സി ഒരുപാട് തവണ ആവർത്തിച്ചിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട, ഇതിനൊന്ന് സ്ക്വയർ ചെയ്താൽ എടുത്താൽ മതി. എ പ്ലസ് 1/a അതിനെ സ്ക്വയർ ചെയ്യുവാണ്. സ്ക്വയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു എ ഇൻറ്റു 1/a പ്ലസ് ബി സ്ക്വയർ 1/a ദ ഹോൾ സ്ക്വയർ. എയും എയും ക്യാൻസലായി പോയി, ബാക്കിയുള്ളത് എ സ്ക്വയർ പ്ലസ് 2 പ്ലസ് 1/a സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു സ്ക്വയർ ചെയ്യാനുണ്ട്, റൈറ്റ് സൈഡ് 4 എന്ന് കിട്ടും. അപ്പോൾ എ സ്ക്വയർ പ്ലസ് 1/a സ്ക്വയർ എന്ന് പറയുന്നത് 4, ഈ പ്ലസ് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 4 മൈനസ് 2 2 ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം. ആദ്യത്തെ 25 ഒറ്റസംഖ്യകളുടെ തുക എത്ര? അപ്പോൾ ഒറ്റസംഖ്യയുടെ തുക ഇക്വേഷൻ എന്താണ്? എൻ സ്ക്വയർ ആണ്. 25 എൻ എന്ന് പറയുന്നത് 25 തന്നെയാണ്. 25 സ്ക്വയർ 625. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന 10 ചോദ്യങ്ങൾ. ഇതുപോലെ കളക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.